ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ബൊലേറോ ഉണ്ടോ, അത് 2008 മോഡൽ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ്. ഒരുപാട് വണ്ടികൾ നമ്മൾ സിംഗിൾ ഓണർഷിപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബൊലേറോ കൊണ്ടുവരുന്ന കുറച്ച് ടാസ്ക് ആണ് കേട്ടോ. അതാണ് ഇത്ര ലേറ്റ് ആയത്. ഈ വണ്ടി ഫേസ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, പുതിയ ഫേസിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണോ, ഒരു ഗ്രാഫിക്സ് ഒക്കെ കൊടുത്താൽ നീറ്റ് ആയിട്ട് സൂക്ഷിച്ച വണ്ടിയാണോ. ആംബിയൻസ് മാറ്റിയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഇട്ടുണ്ടാവും. ബൊലേറോയുടെ വീഡിയോ എടുക്കുമ്പോൾ ബൊലേറോയുടെ പവർ ചെയ്ത് നിൽക്കണം, അതായത് കുന്നും മലയൊക്കെ കയറാൻ കരുത്തനായിട്ടുള്ളവരാണ് നമ്മുടെ ബൊലേറോ. അപ്പോൾ നമ്മുടെ ഇടുക്കിക്കാർക്കും അതുപോലെ ഹൈ റേഞ്ച് സൈഡിലുള്ള എല്ലാവരുടെയും പ്രിയ വാഹനമാണ് നമ്മുടെ ബൊലേറോ. ഏത് കാടും മലയും കുന്നും കയറി പോകട്ടോ. അപ്പോൾ വണ്ടി കാണുമ്പോൾ തന്നെ നല്ലൊരു വണ്ടി, എന്താ പറയുക, ആനക്കുട്ടി ഇറങ്ങുന്ന ഫീലാണ്. പ്രത്യേകിച്ച് ബ്ലാക്ക് ആയതുകൊണ്ട് അതിന്റെ ഭംഗി എടുത്ത് പറയേണ്ടതുണ്ടോ. അതിന്റെ ഗ്രില്ലൊക്കെ നോക്കുമ്പോഴാലും പുതിയ ഗ്രില്ലും ഹെഡ്ലൈറ്റും എല്ലാം തന്നെ ഫ്രണ്ട് ഫുള്ളി കൺവേർട്ടഡ് ആണ്. ഇന്നോവ കൺവേർട്ട് ചെയ്യണ ഇതും കൺവേർട്ട് ചെയ്ത് പുതിയ ഷേപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു DA എഞ്ചിൻ വണ്ടിയാണ്, SLX ആണ് വേരിയന്റ് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോവാം. സൈഡ് വ്യൂ നോക്കുമ്പോൾ അതിൽ നല്ല സ്ട്രോങ് ബോഡിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബൊലേറോയെ കുറിച്ച് അറിയാത്തവർ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ബൊലേറോ ഫാൻസിനായിട്ടുള്ള വീഡിയോ ഉണ്ടോ. അപ്പോൾ ടയർ സൈസ് ഒക്കെ നല്ല ഹെവി ടയർ സൈസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പുതിയ ടയറുകളുണ്ട് വണ്ടിയിലുള്ള 15 ഇഞ്ച് ടയറുകളാണ്. അപ്പോൾ വണ്ടിയുടെ സൈഡ് വ്യൂ നോക്കുമ്പോഴാലും വേറെ നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് കാണേണ്ടതുണ്ടോ. ഒരു ചെറിയ ഡെൻഡോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പാച്ച് വർക്ക് ഒന്നും തന്നെ പെൻഡിങ് ഇല്ല കേട്ടോ. സിംഗിൾ ഓണർഷിപ്പിന്റെ എല്ലാ ക്വാളിറ്റിയും വണ്ടിയിലുണ്ട്. അപ്പോൾ അത് ഇന്റീരിയർ നോക്കാം. ഇന്റീരിയറിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വൃത്തി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, കയറാനായാലും സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പടി ചവിട്ടി കയറാൻ സാധിക്കും കേട്ടോ. നമുക്ക് ഹൈ റേഞ്ച് സൈഡിലും നമുക്ക് എന്താ പറയുക, ഡെയിലി യൂട്ടിലിറ്റിക്ക് പറ്റിയൊരു വാഹനമാണ്. ഇതുപോലെ ചവിട്ടി കയറി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതെ, അത്യാവശ്യം SLX ആയതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കാണിച്ചു തരാം. ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോയും പവർ സ്റ്റിയറിങ്ങും AC കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് കേട്ടോ. അല്ല, ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരക വ്യൂ ആണ്. നമുക്ക് എന്താ പറയുക, ഒരു പൊക്കത്തിന് നല്ല ഹെവി വണ്ടി ഓടിക്കുന്ന ഫീൽ ഉണ്ട് കേട്ടോ. പിന്നെ ആ DA എഞ്ചിന്റെ ഒരു സൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഹരം കൊള്ളിക്കുന്ന സൗണ്ട് തന്നെ പറയാവുന്ന സൗണ്ടാണ്. അപ്പോൾ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് ചെറിയ ചുമയുണ്ട്. ബാക്ക് സൈഡ് നോക്കുമ്പോഴാലും ഇവിടെ നല്ല വൃത്തി തന്നെയുള്ള, ഇവിടെ 3 പേർക്ക് നല്ല ഈസി ആയിട്ട് ഇരിക്കാം. നല്ല യാത്ര സുഖമുള്ളൊരു വാഹനമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ഡോറുകളൊക്കെ നല്ല ഹെവി ഡോറുകളാണ്. ഒരു ആക്സിഡന്റ് പറ്റിയാലും ഇതിന് വേണ്ടിക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല കേട്ടോ. ഈ സൈഡിലൊക്കെ ആയാലും ബൊലേറോ DA ടർബോ SLX എന്നുള്ള ബാഡ്ജിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ റെയിൻ ഗാർഡുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മോഡൽ 2008 ഉള്ളെങ്കിലും ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 2020 ക്വാളിറ്റി തന്നെ വണ്ടി നിൽക്കണം. കാരണം അത്രയും നീറ്റായിട്ട് കൊണ്ടുനടന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴാലും ഇവിടെ നല്ലൊരു വലിയ ഡോറ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം 2 പേർക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ബൂട്ട് സ്പേസ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ ബൊലേറോയിൽ നോർമലി ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും നല്ല വണ്ടിക്ക് ഒരു ബാക്കിൽ നിന്ന് ഒരു ഹെവി ലുക്കും ഒരു സേഫ്റ്റിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ടെയിൽ ലൈറ്റ് ഒക്കെ ഈ സൈഡിലൊക്കെ ആയാലും നല്ല നീറ്റായിട്ട് തന്നെ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ താഴെയുണ്ട്. ഇവിടെയും ചവിട്ടി കയറാനുള്ള പടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ ബൊലേറോനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ അത് ആരോ ഉള്ളവർക്ക് കാണാൻ ഒരു പ്രത്യേക താല്പര്യമായിരിക്കും കേട്ടോ. അപ്പോൾ വേറെ സൈഡ് വ്യൂ നോക്കുമ്പോഴാലും നല്ല വൃത്തി തന്നെയുള്ള നല്ല ഹെവി ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ പുതിയ മോഡൽ വണ്ടിക്ക് വന്നിട്ടുള്ള ഗ്രാഫിക്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ മിറേഴ്സും കാര്യങ്ങളൊക്കെ ആയാലും നോർമൽ മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതും ബോഡി കളേർഡ് ആണ്. ആ നോർമൽ പ്ലാസ്റ്റിക്കിന്റെ കളറിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഇല്ല. ആകെ ഈ ഫേസ് കൺവേർട്ട് ചെയ്തതിന്റെ ആ ഭാഗങ്ങൾ മാത്രമായിട്ട് റീപ്ലേസ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. അത് ആ ഫേസ് കൺവേർട്ടിങ്ങിന് വേണ്ടി മാത്രം ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ എഞ്ചിൻ റൂം കാണിച്ചു തരാം. എഞ്ചിൻ റൂം നോക്കുമ്പോഴേ നല്ലൊരു ഹെവി DA എഞ്ചിൻ ഇരിക്കാനായിട്ട് കാണാം കേട്ടോ. നല്ല ഹെവി എഞ്ചിൻ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് എഞ്ചിൻ റൂം ഉള്ളത് കേട്ടോ. വേറെ മേജർ ആയിട്ടുള്ള ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വണ്ടി പ്രോപ്പർ ആയിട്ട് തന്നെയാണ് ഉള്ളത്. ബാറ്ററിക്ക് ആയാലും ഒരുപാട് പഴക്കമൊന്നും വന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നമുക്ക് എല്ലാ ടെറൈനിൽ ഓടിച്ച് പോകാൻ പറ്റും കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടാണ്. എൻ്റെ സൗണ്ട് എത്രമാത്രം കിട്ടിയെന്ന് അറിയില്ല. ആ ഒരു സൗണ്ട്, സ്റ്റാർട്ടിങ്ങിന്റെ സൗണ്ട് നമ്മുടെ ലെയ്ലാൻഡിനെ പോലെ തന്നെ ഹരം കൊടുക്കുന്ന സൗണ്ടാണോ. നല്ല AC കാര്യങ്ങളൊക്കെയാണ്. AC ഒക്കെ നല്ല കൂളിംഗുള്ള AC കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓടിച്ച് പോകാട്ടോ. സ്റ്റിയറിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. പവർ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് തന്നെ ഓടിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഫസ്റ്റിലിട്ട് എടുക്കണമെന്നുള്ള വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സെക്കൻഡിൽ ഇട്ടാലും വണ്ടി നല്ല കൂളായിട്ട് തന്നെ ഉണ്ടോ. ഇപ്പം ഞാൻ സെക്കൻഡിലിട്ട് എടുത്തേ വണ്ടി സിമ്പിളായിട്ട് തന്നെ മൂവ് ആയിട്ടോ. അതുപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഹാൻഡ്ലിംഗ് ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഇതിനോട് താല്പര്യമുള്ള പെൺപിള്ളേർക്ക് അതിൽ ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ സിമ്പിൾ ആട്ടോ. പവർ സ്റ്റിയറിംഗും പവർ വിൻഡോയും എല്ലാ സംവിധാനവും ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്കൊരു കാർ പോലെ തന്നെ നമുക്ക് ഫാമിലി യൂസ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാം.
എല്ലാ കൊമേഴ്ഷ്യൽ പർപ്പസുകൾക്കും ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. നല്ല ഫ്രണ്ടിലേക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി തന്നെ ഉണ്ട്. ചുറ്റുമുറം കണ്ട് നല്ല പൊക്കത്തിൽ ഒരു ബസ്സിൽ നിന്ന് പോണ ഫീലിൽ നമുക്ക് പോവാട്ടോ. അതുപോലെ ആ എഞ്ചിന്റെ സൗണ്ട് തന്നെയാണ് എനിക്ക് ഈ ബൊലേറോ ഓടിക്കുമ്പോൾ ഹരായിട്ട് തന്നെ കിട്ടുന്നത്. ഒരു പ്രത്യേക സുഖമുണ്ടോ ബൊലേറോയിൽ പോകാനായാലും. അപ്പോൾ ഈ വാഹനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബൊലേറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, പണ്ട് മുതലേ എല്ലാവർക്കും തന്നെ ഒരു വികാരമായിട്ടുള്ള വണ്ടിയാണ്. ഏറ്റവും ഹൈ റേഞ്ചുകാർക്കൊക്കെ പ്രിയപ്പെട്ട വാഹനമാണ് ഇപ്പോഴും. ഏറ്റവും അധികം ഹൈ റേഞ്ചിലേക്ക് പോണത് ഇതുപോലുള്ള ബൊലേറോയൊക്കെയാണ്. അപ്പോൾ ഈ വണ്ടി കൊടുക്കാനുള്ളതാണ്. ഇതിന്റെ കൂടുതൽ റേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ ബൈ.